സുകുമാരൻ നായർ മലക്കം മറിഞ്ഞു. ഉം. പിണറായിയോട് ചേരാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പിണറായി അയ്യപ്പ ഭക്തനായതുകൊണ്ടാണോ സുകുമാരൻ നായർ പിണറായിയോട് ഒട്ടി നിൽക്കുന്നതിൻ്റെ കാര്യം? പിണറായി ഒരു ശബരിമല ശാസ്താവിൻ്റെ വിഗ്രഹം സ്വീകരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രി വി എൻ വാസവൻ ശരണമയ്യപ്പ വിളിച്ചു. ഇതിൽ പരം NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക് രോമാഞ്ച ഗഞ്ചുകമാകാൻ മറ്റെന്തു വേണം എന്ന് മാത്രമല്ല, അവർ തമ്മിൽ ഉണ്ടാക്കാൻ പറ്റാത്ത ഐക്യം SNDP യോഗവും NSSും കൂടി ഒരു വേദിയിൽ ഒരുമിച്ചിരുന്ന് പങ്കെടുക്കുക, സംസാരിക്കുക എന്നൊരു സാഹചര്യം കൂടി പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഘം അതിനും കൂടി ഇടയാക്കി. NSSൻ്റെ പ്രതിനിധിയായി പോയ M സംഗീത് കുമാറും അതുപോലെ തന്നെ SNDPയുടെ സാക്ഷാൽ എല്ലാമായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനും അവിടെ നിന്ന് ചിരിക്കുകയും പരസ്പരം എന്താ പറഞ്ഞതെന്ന് നമ്മൾ കേട്ടില്ലെങ്കിലും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന രോമാഞ്ചജനകമായിട്ടുള്ള പണ്ടത്തെ ആ ഒരു ഐക്യമുണ്ടല്ലോ, ഐക്യദാർഢ്യം അവിടെ പ്രകടിപ്പിക്കപ്പെട്ടു. അതിനൊരു വേദി ഒരുങ്ങി കിട്ടി, അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഇത് വലിയൊരു വിപ്ലവമാണ് നടന്നിരിക്കുന്നത്. കാരണം ശബരിമലയെ, അവിടുത്തെ തന്ത്രിയെ, അദ്ദേഹത്തിൻ്റെ വ്യഭിചാരത്തെ ഒക്കെ പരസ്യമായിട്ട് അധിക്ഷേപിച്ച ഒരു മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് അവിടെ വിളക്ക് തെളിയിക്കുന്നു. അതുപോലെ തന്നെ അയ്യപ്പനെ പാടി സ്തുതിക്കുന്നു, വാഴ്ത്തി സ്തുതിക്കുന്നു. ഇൻക്ലാബ് സിന്ദാബാദിൻ്റെ ശൈലിയിലാണെങ്കിലും ശരണമയ്യപ്പ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവിടെ ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഒക്കെ മാറ്റിവെച്ച് ശബരിമലയുടെ ആത്മീയതയെക്കുറിച്ച് വരെ ചർച്ച നടക്കും ഒരു സെഷനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ബോധോദയം ഉണ്ടായി. ഇപ്പോൾ ഇദ്ദേഹം അത്ര ഒരു വിശ്വാസമില്ലാത്ത ആളല്ല, വിശ്വാസം വന്നു കഴിഞ്ഞു. SNDP യോഗത്തിൻ്റെ വെള്ളാപ്പള്ളി നടേശനും അതുതന്നെയാണ് പറഞ്ഞു, ഇദ്ദേഹം വിശ്വാസിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ നിഷേധിച്ചപ്പോൾ ഇപ്പോൾ തിരുത്തിയിട്ടുണ്ട് വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നത് അത് ശബരിമലയ്ക്ക് വേണ്ടി അദ്ദേഹം പലതും ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്തതെന്ന് പറയുന്നില്ല, സംഗമം തന്നെയായിരിക്കും. അത് ചെയ്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് തിരുത്തിയിട്ടുമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ജാതി സംഘടനകളെന്ന് പിണറായി വിജയൻ പണ്ട് വിശേഷിപ്പിച്ച ഈ രണ്ട് സംഘടനകൾ, ജാതി സംഘടനകൾ എന്ന് വിശേഷിപ്പിച്ച രണ്ട് സംഘടനകളുടെയും ഒരുപോലെയുള്ള ഒരു ഐക്യം ഇപ്പോൾ പ്രയോജനപ്പെടുന്നത് പിണറായി വിജയനാണ്. അതുപോലെ തന്നെ അവിടെ KPMSൻ്റെ പ്രതിനിധികൾ വന്നു. വേറെ ചില സംഘടന, ഗണക മഹാസഭ പോലുള്ള ചില സംഘടനകൾ അത് ബഹിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും വലിയ ഗണ്യമായിട്ടുള്ളൊരു വിഭാഗമല്ല വോട്ടർമാരെ വെച്ച് നോക്കുമ്പോൾ. ഇതിന് പ്രധാനമായിട്ടും SNDP നമുക്കറിയാം. SNDPയുടെ മൈക്രോ ഫൈനാൻസിൻ്റെ കാര്യത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ള സത്യം ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവന്നത് അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തിക്കൊണ്ടിരുന്ന VS അച്യുതാനന്ദൻ തന്നെയാണ്. അദ്ദേഹം കുരുക്കിലായതുമാണ്. പക്ഷേ പിണറായി വിജയൻ്റെ ഊഴം വന്നപ്പോഴത്തേക്കും അതങ്ങ് മന്ദീഭവിക്കുകയും അതിന്മേലുള്ള നടപടികൾ തന്നെ ഇല്ലാതാവുകയും അദ്ദേഹത്തിനൊരു ക്ലീൻ ചിറ്റ് നൽകപ്പെട്ടതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അതേസമയം വിജയനാഥൻ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആഗോള സംഗമത്തെ വാഴ്ത്തിപ്പാടിയ ഈ വെള്ളാപ്പള്ളി തന്നെ പന്തളത്തു നടന്ന സമ്മേളനത്തെയും വാഴ്ത്തിപ്പാടിയിട്ടുണ്ട്. അവിടെ നടത്തിയത് ഹിന്ദു ഐക്യവേദിയാണ്. ആ ഹിന്ദു ഐക്യവേദി കേവലം 2 ദിവസം കൊണ്ട് നടത്തിയത് നല്ല രീതിയിലുള്ള സംഗമമായിരുന്നു എന്നാണ് അദ്ദേഹം ഏറ്റവും പറയുന്നത്. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്നോ മാത്രമല്ല, അതിനെതിരായിട്ടൊരു നിലപാടിലേക്ക് അദ്ദേഹം പോയിട്ടുമില്ല. പക്ഷേ NSSൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്നത് വളരെ പരസ്യമായിട്ട് പച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞു, BJPയോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ചെയ്തിട്ടുള്ളത് സാക്ഷാൽ പിണറായി വിജയനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് NSSകാരെ വളരെ അലോസരപ്പെടുത്തുന്നത്. നേരത്തെ തന്നെ ഈ സംഗമത്തിൽ NSSൻ്റെ പ്രതിനിധി ഉണ്ടാവുമെന്ന് സുകുമാരൻ നായർ പറഞ്ഞപ്പോൾ തന്നെ കരയോഗങ്ങളിൽ നിന്ന് കരഘോഷമല്ല ഉണ്ടായത്, പ്രതിഷേധമാണ് ഉണ്ടായത്, വലിയ എതിർപ്പാണ്. അപ്പോൾ പിണറായിയോട് അടുക്കുന്നത് അത് മുഴുവൻ പിണറായി കോട്ടായിട്ടൊന്നും മാറില്ല എന്നർത്ഥം, നായന്മാർ ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ NDP ഒക്കെ സ്ഥിരമായിട്ട് ജയിച്ചു. NDP എന്ന് പറഞ്ഞാൽ പാർട്ടി തന്നെ നാമാവശേഷമായി ഇല്ലാതായില്ലേ.
തോറ്റു തുന്നപ്പാടിയില്ലേ അത് ശരിയാണ്. KP രാമചന്ദ്രൻ നായർ മത്സരിച്ചു ആലപ്പുഴയിൽ, PK വാസുദേവൻ നായരെ തോൽപ്പിച്ചു ആലപ്പുഴ മണ്ഡലത്തിൽ. പക്ഷേ അത് UDFൻ്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് അങ്ങനെ ജയിക്കാൻ കഴിഞ്ഞത്. അല്ല ഈ പാർട്ടികളെ, അതുപോലെ തന്നെ മറ്റവർക്ക് SRP ഉണ്ടായിരുന്നു, SNDPക്ക് ഒന്നും ആകാൻ കഴിഞ്ഞിട്ടില്ല ആ പാർട്ടികൾക്കൊന്നും. അതാണ് കേരളത്തിൻ്റെ ചരിത്രം. അപ്പോൾ ഇവിടെ പിന്നിൽ നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം, എന്തുകൊണ്ട് കരയോഗത്തിൻ്റെ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് സമദൂരം ശരിദൂരം അതിൽ നിന്ന് മാറിയപ്പോൾ പിണറായി പക്ഷം സ്വീകരിക്കാൻ ഈ NSSൻ്റെ നേതൃത്വം നിർബന്ധമായത്. നമുക്കറിയാവുന്നതുപോലെ പ്രായത്തിൻ്റെ അവശതയുള്ള ഒരു നേതാവാണ്. ഏറെക്കാലം ഇപ്പോൾ പിണറായി വിജയനെ പോലെ അദ്ദേഹം US ചികിത്സയ്ക്ക് പോയില്ല കേട്ടോ. NSSൻ്റെ തന്നെ ആശുപത്രിയിൽ അന്തസ്സായിട്ട് അവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞിട്ട് വന്നിരിക്കുക. അദ്ദേഹം തന്നെ ഒരു പക്ഷേ പമ്പ സംഗമത്തിന് വന്നേന്. വരാതിരുന്നതിൻ്റെ കാരണം ശാരീരിക അവശതയാണ്. ഈ അവശത ഉള്ള സമയത്ത് അദ്ദേഹത്തിന് ഒരു സുരക്ഷിത ബോധമില്ലായ്മ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന ഒന്നാണ്, ദേശീയ തലത്തിൽ മുന്നാക്ക സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ സമുന്നതി മാതൃകയിലുള്ള ഒരു കോർപ്പറേഷൻ അത് രാജീവ് ചന്ദ്രശേഖർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അതിൻ്റെ ഹിന്ദി പരിഭാഷയാണ്, ഹിന്ദി പ്രചാരസഭ ഉണ്ടാക്കിയ പരിഭാഷയാണ് കൊണ്ടുപോയത്. പക്ഷേ നരേന്ദ്രമോദി ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന കൊടുക്കുന്ന ഒരു നിവേദനത്തിന്മേൽ അങ്ങനെ ഒരു നടപടി എടുക്കാറില്ല. അത് SNDPയോടും കാണിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ പേര് മാറ്റിയിട്ട് ശ്രീനാരായണ ഗുരു ഇൻ്റർനാഷണൽ വിമാനത്താവളം എന്നാക്കണമെന്ന് പറഞ്ഞു. ഞാൻ പരസ്യമായിട്ട് കേട്ടാ, മോദിയുടെ പ്രസംഗം അന്ന് കേട്ടു. ആ മോദി അന്ന് പരസ്യമായിട്ടാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത്. ഏത് മീറ്റിങ്ങിൽ നിന്നറിയില്ല, ഓർക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, നരേന്ദ്രമോദി പറഞ്ഞത്, ദി പാർലമെൻറ്റ് ഈസ് ഇൻ സെഷൻ നൗ, ഐ കാനോട്ട് മേക്ക് എനി ഡിസിഷൻ ഓൺ മൈ ഓൺ എന്നാണ് പറഞ്ഞത്. ഒക്കെ വെറുതെയാ. അദ്ദേഹം പാർലമെൻറ്റ് നടക്കുമ്പോഴേ ഇദ്ദേഹം ഒരു തീരുമാനം എടുത്താൽ നടപ്പാക്കാൻ എന്താ പ്രശ്നം? ഭൂരിപക്ഷമുണ്ട്. ഇപ്പം മന്ത്രിയോട് പറഞ്ഞാൽ പോരെ, അത് പാസ്സാക്കി അങ്ങനെ ഒരു ജനാധിപത്യ മര്യാദ പറഞ്ഞു. ഇന്ന് വരെ ആ ശ്രീനാരായണ ഗുരു ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊരു പേര് വന്നിട്ടില്ല. കാരണം അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകണ്ട, ഭരണം കുട്ടിച്ചോറാകും. ദി അഡ്മിനിസ്ട്രേഷൻ വിൽ ബി ഇൻ എ മസ് എന്നുള്ളതാണ് BJPയുടെ കാര്യം. അവർ ഉറച്ച് പഠിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അത് നടപ്പാക്കാനാണ്. അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് പറയുന്നത് കേട്ട് അത് ജനപ്രിയനാകാൻ വേണ്ടി അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ എടുത്തിയാടി തീരുമാനമില്ല. അങ്ങനെ പല സംഘടനകളും പറയും. അതെല്ലാം കേൾക്കേണ്ടി വരില്ലേ? അതാണ് അവരുടെ നയം. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു മുന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ അഖിലേന്ത്യാ തലത്തിൽ വന്നിട്ടില്ല. ഇവരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടുമില്ല. ഇവർക്കിനി രണ്ടാമതൊന്ന് ഇതൊന്ന് ആവശ്യപ്പെടുക, റിമൈൻഡ് ചെയ്യുക, ലോബി ചെയ്യുക, പ്രഷറൈസ്, ഇങ്ങനൊന്നും NSS ചെയ്തില്ല. നായന്മാരുടെ ദണ്ഡം എന്നുള്ളത് വളരെ കുപ്രസിദ്ധമാണല്ലോ. അപ്പോൾ ആ ഒരു തീരുമാനം ആണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഈ NSSൻ്റെ വോട്ടുകളൊക്കെ തന്നെ എങ്ങോട്ടേക്ക് BJPയിലേക്ക് പോകുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക. കരയോഗക്കാർ BJP ഇപ്പം തിരുവനന്തപുരം തന്നെ കണ്ടറിയും. കൂടുതൽ NSSകാരാണ് ഉള്ളത്, കരയോഗ അംഗങ്ങൾ. അവരെല്ലാം ഏത് വഴിക്ക് ചിന്തിക്കുന്നു? വിജയനാഥ് നിരീക്ഷിച്ചു കാണുമല്ലോ. എല്ലാവരും BJPക്ക് അനുകൂലമായിട്ടാണ് ചിന്തിക്കുന്നത്. BJPയുടെ ഒരു കാറ്റ് വീശുന്നുണ്ട്. അതുപോലെ എല്ലാ കരയോഗങ്ങളിലും ഈ കാറ്റ് വീശുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിണറായി വിജയൻ്റെ ഭരണം ഒരു കാലത്തും NSSകാർ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്നു, BJPയിലേക്ക് മാറും. LDFന് എന്തായാലും പിണറായി വിജയൻ അവർ കൊടുക്കില്ല. തന്നെയുമല്ല, VS അച്യുതാനന്ദൻ, അതുപോലെ തന്നെ EK നായർ, ഇവരൊക്കെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. ഇത് വിദ്വേഷത്തിൻ്റെ മൂർത്തിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവർ വോട്ട് കൊടുക്കും. തന്നെയല്ല, ശബരിമലയിൽ നടന്ന ഈ സംഗമം മാത്രമല്ല, അതിനു മുമ്പ് നടന്ന സംഭവങ്ങളും അവിടെ ഓർമ്മയിലുണ്ട്. അത് പറയാനാണ് ശ്രമിച്ചത്. ഇതേ പന്തളത്ത് തന്നെയാണ്, സംഗമ ഭൂമിയിൽ തന്നെയാണ് പണ്ട് നാമജപഘോഷയാത്ര സ്വയംഭൂ എന്നതുപോലെ സ്വയമേവ പന്തളത്തെ കുടുംബിനികളായ സ്ത്രീകൾ തെരുവിലിറങ്ങി പ്രതിഷേധമൊന്നുമല്ലത്, മൺചിരാതുകളും നയിച്ചുകൊണ്ട് ശബരിമല അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് നടത്തിയത്. ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് കയറാമെന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണോ ചെയ്തത്? ഞങ്ങൾക്ക് ആ അവകാശം വേണ്ട, ആചാരം സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ആ ദീനരോധനം, ആ ആർത്തനാദം മറക്കില്ല. പന്തളത്തുകാരത് മറക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തിരുവനന്തപുരത്തുകാരും അത് മറക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഏത് നായരാണ് ഇത് മറക്കാൻ പോകുന്നത്? അതുകൊണ്ടിപ്പോൾ ഞാൻ കേട്ടിടത്തോളം സുകുമാരൻ നായർക്കെതിരെ ഒരു പ്രതിഷേധ സ്വരം തന്നെ, അവർ അച്ചടക്കമുള്ളവരായതുകൊണ്ട് അത് പെട്ടെന്നൊന്നും കയറി വിമത പ്രസ്താവനകളൊന്നും നടത്തില്ല. NSSന് അങ്ങനൊരു അച്ചടക്കമുണ്ട്, ചിട്ടയുണ്ട്. അങ്ങനെ കയറി പറഞ്ഞു കളയില്ല.
പക്ഷേ ആ പ്രതിഷേധം ഒരു ചെറിയ കാറ്റാണിപ്പോൾ, ഒരു വലിയ കാറ്റായിട്ട് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ശരിദൂരം മാറ്റി നിങ്ങൾ പിണറായിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആരും അത് ഉൾക്കൊള്ളാൻ പോകുന്നില്ല. അതുകൊണ്ട് പിണറായി വിജയൻ തോൽക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെ ഒരു നേതൃത്വവും അണികളും തമ്മിലുള്ള ഒരു ഡൈക്കോട്ടമി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് സാമാന്യമായി നമുക്ക് നിരീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.